PC ജോർജിനെ യൂത്ത് ലീഗ് സ്റ്റാറാക്കി. എനിക്ക് തോന്നുന്നു ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിച്ചാൽ PC ജോർജ് ഈ മുൻനിരകളിൽ ഇപ്പോൾ സാന്നിധ്യം കുറവാണ്. പക്ഷേ യൂത്ത് ലീഗ് PC ജോർജിനെ അങ്ങ് പന പോലെ വളർത്തി ഒരു സ്റ്റാറാക്കി എന്ന് പറയാം. പക്ഷേ PC ജോർജിനെ ആളുകൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ചില വാക്കുകൾ ആളുകൾക്ക് പറയുന്നതിനോട് യോജിപ്പില്ലെങ്കിലും PC ജോർജിനോട് പൊതുവേ മലയാളികൾക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. ആ ഇഷ്ടത്തെ അല്ലെങ്കിൽ PC ജോർജിൻ്റെ ആ സ്വാധീനത്തെ, ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തെ BJP വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? PC ജോർജിനെ BJP വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല, PC ജോർജിനെ BJP നേതൃത്വത്തിന് അനഭിമതനാണോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ ഇപ്പം വർഗീയത ആര് പറഞ്ഞാലും അതൊരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് PC ജോർജ് പറഞ്ഞാലും യോജിക്കാൻ പറ്റത്തില്ല, ശശികല ടീച്ചർ പറഞ്ഞാലും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ കേരളത്തിൽ ക്രിസ്തീയ സഭ BJPയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രകടമായി തന്നെ, പ്രത്യക്ഷമായും പ്രകടമായും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് PC ജോർജിനെ പോലുള്ളൊരു വ്യക്തി BJPയിൽ എത്തിയതോടുകൂടി അത് കുറച്ചുകൂടി അതിനെ ആക്കം കൂട്ടി. പക്ഷേ പലപ്പോഴും PC ജോർജിനെ വേണ്ട തരത്തിൽ BJP പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും PC ജോർജ് ചില അബദ്ധവാക്കുകൾ പറയും. PC ജോർജിൻ്റെ വായിൽ നിന്ന് വരുന്നത് പലപ്പോഴും അപകടം പിടിച്ച വാക്കുകളാണ്. PC ജോർജ് പറയുന്നതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി ചിന്തിക്കാറില്ല, പ്രകോപനപരമായി പറയും. പക്ഷേ PC ജോർജ് കേരള രാഷ്ട്രീയത്തിൽ PC ജോർജ് ഒരു ഫാക്ടറാണ്. തീർച്ചയായിട്ടും അതൊരിക്കലും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ BJP അദ്ദേഹത്തെ വേണ്ട തരത്തിൽ ഇപ്പോഴും വിനിയോഗിക്കുന്നില്ല. കാരണം ഈ അടുത്ത സമയത്ത് നമ്മൾ കേട്ടൊരു വലിയ മുദ്രാവാക്യമാണ് അവലും മലരും കരുതിക്കോ, കുന്തിരിക്കം വാങ്ങി വീട്ടിൽ വെച്ചോ, നിൻ്റെയൊക്കെ കാരന്മാർ വരുന്നുണ്ട് എന്ന്. അത് പറഞ്ഞ സംഘടന നമുക്കറിയാം. അത് എത്രമാത്രം ക്രിസ്തീയ സഭകൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ആശയക്കുഴപ്പവും ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഞാൻ ഇതും തമ്മിൽ കമ്പയർ ചെയ്ത ഒരു സാമ്യത്തിന് ശ്രമിക്കുകയല്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ PC ജോർജ് പറഞ്ഞതിനെ PC ജോർജ് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും PC ജോർജ് ഇത്തരത്തിൽ പറഞ്ഞ അഭിപ്രായത്തെക്കാട്ടിൽ എത്രയോ ഭീകരമായിരുന്നു അന്ന് ഈ പോപ്പുലർ ഫ്രണ്ടോ NDFO പറഞ്ഞത്. പക്ഷേ അന്ന് ഇത്തരം വിഷയത്തിൽ എടുത്ത നിലപാടും ഇവിടുത്തെ പൊതുസമൂഹം എടുത്ത നിലപാടും ഇക്കാര്യത്തിൽ PC ജോർജിൻ്റെ വിഷയത്തിൽ പൊതുസമൂഹം എടുത്ത നിലപാടും രണ്ടും രണ്ടായിരുന്നു. PC ജോർജിനെ വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ ഇപ്പോഴും BJP നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. കാരണം PC ജോർജ് എന്ന് പറയുന്നത് BJPയും ക്രിസ്തീയ സഭകളുമായി അടുക്കാനുള്ള ഒരു നല്ല പാലമായിരുന്നു PC ജോർജ്. പക്ഷേ കേരളത്തിലെ BJP നേതാക്കന്മാർ പലപ്പോഴും നമ്മളവരെ ഒരു പരിഹാസ രൂപേണ വേണമെങ്കിൽ പറഞ്ഞാൽ പോങ്ങന്മാരാണെന്ന് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും അവരത് മുതലെടുക്കണമെന്നും ഞാൻ പറയുന്നതല്ല ഞാൻ. പക്ഷേ പൊളിറ്റിക്കലി ഏത് രാഷ്ട്രീയക്കാരായ സംബന്ധിച്ച് പറഞ്ഞാലും അവർക്ക് അവരുടെ ഒരു വിഷയം, ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ, ഇപ്പോൾ അത് NDF ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു അവസരത്തെ അവർ വിനിയോഗിക്കുന്നതിൽ കാണിക്കുന്ന സാമർഥ്യമാണ് അവരുടെ കഴിവ് എന്ന് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പലപ്പോഴും ഇത്രയും അനുകൂലമായി ക്രിസ്തീയ സഭകൾക്കിടയിൽ അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ട് പോലും അതിനെ വേണ്ടത്ര വിനിയോഗിക്കുന്നതിൽ BJP നേതൃത്വത്തിന് പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പോലും വേണ്ടത്ര പിന്തുണ PC ജോർജിന് പിന്തുണ കൊടുക്കാൻ BJP നേതൃത്വം തയ്യാറായില്ല. നമുക്കറിയാം ഈരാറ്റുപേട്ടയിലെ വികസനം, ഈരാറ്റുപേട്ട കോടതി PC ജോർജ് കൊണ്ടുവന്നതാണ്. ഈരാറ്റുപേട്ടയിലെ സർക്കാർ കെട്ടിടങ്ങൾ PC ജോർജ് കൊണ്ടുവന്നതാണ്. PC ജോർജ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. പിന്നെ പ്രസക്തി കുറയുമ്പോൾ പുള്ളി എന്ത് ചെയ്യും? പുള്ളി ഇത്തരത്തിലുള്ള ചില വർഗീയ പരാമർശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള അത് PC ജോർജിൻ്റെ ഒരു തന്ത്രമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം PC ജോർജ് മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനുള്ള കാണിക്കുന്ന PC ജോർജിൻ്റെ വൈഭവം പ്രത്യേകതയുള്ളതാണ്. പക്ഷേ PC ജോർജ് പറയുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല. പക്ഷേ PC ജോർജ് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ഫാക്ടറാണ്. പ്രത്യേകിച്ച് PC ജോർജ് BJPയിൽ നിൽക്കുന്നിടത്തോളം കാലഘട്ടത്തിൽ. ഇല്ലെങ്കിൽ PC ജോർജ് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ അമിതമായ പ്രാധാന്യം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിൽക്കുന്നവണക്കല്ല, BJPയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ക്രിസ്തീയ നേതാവ്, പ്രത്യേകിച്ച് ദീർഘകാലം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന ചീഫ് വിപ്പായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവാണ് PC ജോർജ്. പക്ഷേ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ PC ജോർജിനെ ഇത്തരത്തിൽ വിവാദത്തിലേക്ക്
കൊണ്ടുവരികയും വിവാദം ഉണ്ടാക്കുകയും ചെയ്യുന്നതോടുകൂടി അത് പി സി ജോർജിന് മൈലേജ് കൂടുകയും ക്രിസ്തീയ സഭകൾ പി സി ജോർജിനോട് കൂടുതൽ അടുക്കുകയും ഒരുപക്ഷേ പി സി ജോർജ് അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പൂഞ്ഞാർ പോലുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ ബി ജെ പിക്കാരന്മാർ വോട്ട് സഹായിച്ചാൽ ഒരുപക്ഷേ അവിടുന്ന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ബി ജെ പി സഹായിക്കുമോ എന്നുള്ളതാണ്. കാരണം പി സി ജോർജിനെ ഇപ്പോൾ പി സി ജോർജിന് വേണ്ടത്ര ബി ജെ പിയുടെ നേതൃത്വത്തിന് നമുക്കറിയാം. സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ ജയിച്ചത് ബി ജെ പിയുടെ പൂർണ്ണമായ പിന്തുണ കൊണ്ട് മാത്രമല്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇറങ്ങി സുരേഷ് ഗോപിയുടേതായ ഒരു സംവിധാനത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി ജയിച്ചത്. സാർ, ഈ കേരളത്തിലെ നേതൃത്വത്തെ പോലെയല്ല കേന്ദ്രം. അവർ കുറച്ചുകൂടി ബുദ്ധിപരമായ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അവർ ഈ പി സി ജോർജിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു നിലപാട് സ്വീകരിക്കും, അത് ഉറപ്പാണ്. ഇല്ല, കാരണം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ പറ്റി കേന്ദ്ര നേതാക്കന്മാർക്ക് യാതൊരു മതിപ്പുമില്ല. കേരളത്തിലെ ബി ജെ പിയുടെ ഓരോ നേതാക്കന്മാരും ഈ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെല്ലാം കഴിവുകെട്ടവരാണെന്നും അവരെ കുറച്ച് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രം ഊന്നൽ കൊടുക്കുന്നവരാണെന്നും അവരെയും കൊണ്ടൊന്നും, കാരണം ഇത്രയും കാലം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു നിയമം പോലുള്ളൊരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ബി ജെ പിയിൽ നമ്മൾ ചിന്തിക്കണം, ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. കൃഷ്ണദാസിൻ്റെ പക്ഷത്തിൽ വേറൊരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആർ എസ് എസിൻ്റേതായ വേറൊരു സംഘടനാപരമായ രീതിയിൽ കൂടി പോകുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാതിരുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി കേരളത്തിൽ. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ വലിയ ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ ഈ പാർട്ടി ഇത്രയും കാലമായി പ്രവർത്തിച്ചിട്ടും ഈ ബി ജെ പി എന്തുകൊണ്ട് കേരളത്തിൽ രക്ഷപ്പെടുന്നില്ല? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രധാന കാരണം. ഇപ്പോൾ കേരളത്തിൽ എ പി അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷനാക്കി കേരളത്തിലെ ബി ജെ പിയോട് ചോദിച്ചിട്ടാണോ? അല്ല. അനിൽ ആൻ്റണിയെ നാഷണൽ സെക്രട്ടറിയാക്കി കേരളത്തിലെ ബി ജെ പിയോട് ചോദിച്ചിട്ടാണോ? സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കി കേരളത്തിലെ ബി ജെ പിയോട് ചോദിച്ചിട്ടാണോ? കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ കൊണ്ട് ദേശീയ നേതൃത്വത്തിലുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം ഇവരെയും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത പോങ്ങന്മാരാണെന്നുള്ളത് വ്യക്തമായിട്ട് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിപ്പിക്കാൻ ആവശ്യമായ തരത്തിലോ ഒന്നും സംഘടനാപരമായ കാര്യങ്ങൾ അവർ ഇടപെടത്തില്ല. പിന്നെ ഇദ്ദേഹം ഇനി എത്ര കാലം ബി ജെ പിയിൽ തുടരുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പി സി ജോർജ് സ്വാഭാവികമായിട്ടും പൊതുവെ പ്രകോപിതനാവുന്ന ഒരു വ്യക്തിയാണ്. വേണ്ടത്ര തരത്തിൽ അയാൾ ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടാതെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ബി ജെ പിക്കെതിരെ പോലും അഭിപ്രായം പറയുമോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ആ പോക്കിലാണ് പോകുന്നത്. ബി ജെ പിക്കാർ കുറച്ച് പേര് വ്യക്തിപരമായി അദ്ദേഹത്തെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ സഹായിച്ചു എന്നുള്ളത് നിന്നിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ നിന്ന് പി സി ജോർജിന് കിട്ടേണ്ട യഥാർത്ഥമായ ഒരു രാഷ്ട്രീയ പിന്തുണ പി സി ജോർജിന് കിട്ടിയിട്ടില്ല. പി സി ജോർജ് പറയുന്ന വർഗീയതയോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ പി സി ജോർജ് വർഗീയത പറഞ്ഞ പി സി ജോർജിന് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പൂഞ്ഞാർ പോലുള്ളൊരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾക്കിടയിൽ ഒരു സ്വീകാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇത്തരത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പി സി ജോർജിന് വ്യക്തമായി തന്നെ അറിയാം. അത് തന്ത്രപരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് മുസ്ലിം വിരോധമുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് അറിയാം മുസ്ലിം വോട്ടുകൾ ഇനി അദ്ദേഹത്തിന് കിട്ടത്തില്ല. എന്നാൽ പിന്നെ ക്രിസ്തീയ സഭകളുടെ എല്ലാം കൂടി ഒരു 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 വോട്ട് കേന്ദ്രീകരിച്ച് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നടത്താം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് പി സി ജോർജ് പ്രവർത്തിക്കുന്നത്. പി സി ജോർജിനെ ഒരു പരിധിവരെ പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ വേണമെങ്കിൽ കോടതിക്ക് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും വേണ്ടി വന്നാൽ അത് ജാമ്യം നിഷേധിക്കത്തക്കമുള്ള കുറ്റമാണെങ്കിൽ പോലും അതുകൊണ്ട് പ്രത്യേകിച്ച് പി സി ജോർജ് വ്യക്തിപരമായ ഗുണമല്ലാതെ പി സി ജോർജിന് അതുകൊണ്ട് യാതൊരു വിധമായ ദോഷവും രാഷ്ട്രീയമായി ഇല്ല. പക്ഷേ ബി ജെ പിക്ക് ഇതിനകത്ത് വേണ്ടത്ര ഇയാളെ പിന്തുണച്ചില്ല എന്നുള്ളത് ക്രിസ്തീയ സഭകൾക്കിടയിൽ പോലും അവർക്ക് ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും.